To view this video in English, please click the link given above. 12th ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പ്രധാനമായിട്ട് രണ്ട് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ മാത്രമാണ് പങ്കുള്ളത്. ഒന്ന് ഗാമീറ്റ് ഫോർമേഷൻ, അത് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് പഠിച്ചു. ഒപ്പം ഇൻസെമിനേഷൻ അഥവാ ഗാമീറ്റ് ട്രാൻസ്ഫർ. പക്ഷേ ഫീമെയിൽ ബോഡിയിൽ കൂടുതൽ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഓവുലേഷൻ, അതായത് റിലീസ് ഓഫ് ഓവം ഫ്രം ദി ഓവറി. അതിനെ തുടർന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാം. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കും. ഇംപ്ലാന്റേഷനെ തുടർന്ന് പ്രഗ്നൻസി ഉണ്ടാവും. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പാർച്ചുറേഷൻ, അതായത് ചൈൽഡ് ബർത്ത്. കുഞ്ഞ് ജനിച്ച ശേഷം കുഞ്ഞിനെ നറിഷ് ചെയ്യുന്ന കടമയും കൂടി ഫീമെയിലിൻ്റെതാണ്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇതിനെല്ലാം സഹായിക്കുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ പാർട്ട്? ഓവറി, ഓവിഡക്റ്റ്, യൂട്രസ്, സെർവിക്സ്, വജൈന, പിന്നെ ചില ഗ്ലാൻസും ഒപ്പം തന്നെ മാമറി ഗ്ലാൻസും ഉണ്ട്. നമ്മൾ ഓവറീസിനെയാണ് പ്രൈമറി സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൈമറി സെക്സ് ഓർഗൻ? നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഗമീറ്റ് ഫോം ചെയ്യുന്ന ഓർഗനാണ് പ്രൈമറി സെക്സ് ഓർഗൻ. അപ്പം മെയിലിൽ അത് ടെസ്റ്റിസ്, ഫീമെയിലിൽ ഓവറീസ്. ഫീമെയിൽ ഗമീറ്റിനെ നമ്മൾ ഓവം എന്നാണ് പറയുന്നത്. ഇനി ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ചില ഫീമെയിൽ ഹോർമോൺസ്, ഓവേറിയൻ ഹോർമോൺസ് ആയ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ അത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫീമെയിൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും ഒപ്പം ഓവുലേഷൻ അല്ലെങ്കിൽ ഓവം ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതേ തുടർന്ന് വരുന്ന സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ആക്സസറി ഡക്റ്റ്. കുറേ ഡക്ട്സും ഫീമെയിൽ സിസ്റ്റത്തിലുണ്ട്. അതായത് ഓവിഡക്റ്റ് അഥവാ ഫാലോപ്പിയൻ ട്യൂബ്. ആ ഫാലോപ്പിയൻ ട്യൂബ് യൂട്രസിലേക്ക് ചെന്നെത്തുന്നു. യൂട്രസിനെയാണ് നമ്മൾ വൂംബ് എന്ന് പറയുന്നത്, ഗർഭാശയം. അതിൻ്റെ ഒരു നെക്ക് റീജിയനാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. സെർവിക്സ് മറ്റൊരു കനാലിലോട്ട് ലീഡ് ചെയ്താണ്, അതാണ് വജൈന. ഇനി അതേ തുടർന്ന് ചില ഗ്ലാൻസും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേക ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് മാമറി ഗ്ലാൻസ്. അതൊരു ആക്സസറി ഓർഗനാണ്. കാരണം ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം കുഞ്ഞിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷൻ ഉള്ളതാണ് മാമറി ഗ്ലാൻസ്. അപ്പോൾ മാമറി ഗ്ലാൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനാണ്. അപ്പം മാമറി ഗ്ലാൻസ് വെൽ ഡെവലപ്ഡ് ആയിട്ട് കാണുന്നത് ഫീമെയിൽസിലാണ്, മെയിലിൽ ഇത് അണ്ടർ ഡെവലപ്ഡ് ആണ്. പക്ഷേ ഫങ്ഷണൽ മാമറി ഗ്ലാൻസ് മിൽക്ക് സെക്രീഷൻ തുടങ്ങുന്നത് ഡെലിവറിക്ക് ശേഷം മാത്രമാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം പ്രൈമറി സെക്സ് ഓർഗനായ ഓവറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓവറീസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ രണ്ട് ഓവറീസ് ആണുള്ളത്. അത് ലോവർ അബ്ഡോമിനൽ, നമ്മുടെ വയറിൻ്റെ അടിഭാഗത്ത് ലോവർ അബ്ഡോമിനൽ റീജിയനിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ഓവറീസിനെ ലിഗമെന്റ്സ്, ചെറിയ ലിഗമെന്റ്സ് കൊണ്ട് യൂട്രസുമായിട്ടും പെൽവിക് റീജിയനിലാണ് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉള്ളത്. അപ്പോൾ പെൽവിക് വോളുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2 to 4 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഓവറി, ഒരു ഗ്ലാൻഡാണ് ഓവറി എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ട് റീജിയനാണ് അതിനകത്തുള്ളത്. ഇതിനെ പുറമേ കവർ ചെയ്തിരിക്കുന്ന ഒരു തിൻ ലെയർ ഓഫ് ജെർമിനൽ എപ്പിത്തീലിയം സെൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ളത് പാർട്ടിനെ നമ്മൾ പറയുന്നത് ഒവേറിയൻ സ്ട്രോമ എന്നാണ്. ഒവേറിയൻ സ്ട്രോമയെ നമുക്ക് രണ്ടായി തിരിക്കാം. പുറമേ കാണുന്ന അല്ലെങ്കിൽ സൈഡിൽ കാണുന്ന ഭാഗങ്ങളാണ് പെരിഫറൽ കോർട്ടെക്സ്, നടുക്ക് കാണുന്നതാണ് മെഡുല. അപ്പോൾ ഈ കോർട്ടെക്സ് റീജിയനിൽ കുറേ ഫോളിക്കിൾസ് കാണാൻ കഴിയും. ഫോളിക്കിൾസ് പലതരത്തിലുണ്ട്. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടേർഷറി ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇതിങ്ങനെ മെച്യൂർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിൽ ആവുമ്പോൾ 14th അല്ലെങ്കിൽ 15th ഡേ ആകുമ്പോഴേക്കും ഈ നടുക്കിരിക്കുന്ന ഈ ബ്ലാക്ക് ആയിട്ടുള്ളതാണ് ഓവം എന്ന് പറയുന്നത്. അത് റിലീസാവുകയാണ്. ശരിക്കും ഓവം, ഇത് ഊസൈറ്റ് എന്ന് പറയും. ഇത് റിലീസായിട്ട് പുറത്തു വരും. ഈ ഇതിൻ്റെ വോളിൽ കൂടി പുറത്തു വരും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓവുലേഷൻ. ആ വരുന്ന ഓവത്തിനെ ആരാണ് റിസീവ് ചെയ്യുന്നത്? നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബ് റിസീവ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറിയുടെ സ്ട്രക്ചർ. നമ്മൾ ഓവറിയെ കുറിച്ച് പഠിച്ചു. ഓവറിയിൽ നിന്ന് റിലീസാകുന്ന ഓവം ഈ ഫാലോപ്പിയൻ ട്യൂബിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂബിനെ പറയുന്ന പേരാണ് ഫാലോപ്പിയൻ ട്യൂബ്. അത് 10 മുതൽ 12 വരെ സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ട്യൂബാണ്. അതിനെ നമ്മൾ ഓവിഡക്റ്റ് എന്നും പറയും. എന്നിട്ട് ഇത് വന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ചേംബർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് യൂട്രസ് അഥവാ വൂംബ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫാലോപ്പിയൻ ട്യൂബിൻ്റെ പാർട്സ് നോക്കിക്കഴിഞ്ഞാൽ ഫാലോപ്പിയൻ ട്യൂബിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ എൻട്രി എന്ന് പറയുന്നത് ഒരു വൈഡ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫൻറ്റിബുലം. ഈ ഇൻഫൻറ്റിബുലത്തിൻ്റെ എഡ്ജിലായിട്ട് കുറേ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ആ സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ഫിംബ്രിയം. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ നമ്മുടെ ഓവം ഇവിടെ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഒരു സക്ഷൻ ഫോഴ്സ് പോലെ ഇതിനെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിംബ്രിയയുടെ ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്. ക്യാപ്ചറിങ് ഓർ റിസീവിങ് ഓവം ഫ്രം ദി ഓവറി.
അതിനെ തുടർന്ന് ഇത് ഇങ്ങോട്ട് ഒരു വൈഡർ റീജിയനിലേക്ക് വരികയാണ്. അതിനെ പറയുന്ന പേരാണ് ആംപുല. അപ്പോൾ നമുക്കറിയാം ഓവം എന്ന് പറയുന്നത് അതിന് മൂവ് ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സ് ഇത് നോൺ മൊട്ടൈലാണ്. അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനകത്തെല്ലാം സീലിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓവം ഇവിടെ ആംപുല ഒരു വൈഡർ റീജിയനിലെത്തി ആംപുല അവിടെ വെയിറ്റ് ചെയ്യുന്നു. സ്പേം വരികയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കും, ഇല്ലെങ്കിൽ അത് നശിച്ചു പോകും. അതിനെ തുടർന്ന് ഇപ്പം ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അത് മറ്റൊരു നാരോ റീജിയനിലേക്ക് വരും ആ സൈഗോട്ട. അതിൻ്റെ പേരാണ് ഇസ്തമസ്. അപ്പോൾ ഫാലോപ്പിയൻ ട്യൂബിന് 4 പാർട്സ് ആണുള്ളത്. ഇൻഫെന്റിബുലം, അതിൻ്റെ എഡ്ജിൽ ഫിംബ്രിയെ, വൈഡർ പാർട്ട് ആംപുല, പിന്നെ ഇസ്തമസ്. ഇൻഫെന്റിബുലം ആണ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ. അപ്പോൾ ഓവറിയുടെ അടുത്ത് വരുന്നത് ഇൻഫെന്റിബുലവും ഇസ്തമസ് യൂട്രസിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ്. ഇനി അത് ഇസ്തമസ് വന്ന് നമ്മുടെ യൂട്രസിൽ ഓപ്പൺ ചെയ്യുകയാണ്. യൂട്രസിനെ നമ്മൾ ഗർഭാശയം എന്ന് പറയുന്നു. കുഞ്ഞ് വളരുന്നത് ഗർഭാശയത്തിനുള്ളിലാണ്. അപ്പോൾ ഈ ഗർഭാശയത്തിൻ്റെ വാളിന് ഇതൊരു ഇൻവേർട്ടഡ് പെയർ, നമുക്ക് പെയർ എന്നുള്ള ഫ്രൂട്ട് അറിയാം അല്ലേ, അതൊരു ഇൻവേർട്ടഡ് ഷേപ്പിലുള്ള സ്ട്രക്ചറാണ്. ഇതിന് 3 ലെയേഴ്സ് ഓഫ് വാൾ ലെയേഴ്സ് ആണുള്ളത്. ഏറ്റവും പുറത്തുള്ളത് ഒരു സ്കിൻ കവറിങ്, അതിനെ പറയുന്ന പേരാണ് പെരിമെട്രിയം. അതിനെ തുടർന്ന് ഒരു മസിൽസിൻ്റെ ഒരു ലെയർ ഉണ്ട്, സ്മൂത്ത് മസിൽസ് ഉണ്ട് അവിടെ. ആ മസിൽസിൻ്റെ ലെയറിനെ പറയുന്ന പേരാണ് മയോമെട്രിയം. അപ്പോൾ ഈ മയോമെട്രിയം ആണ് ഈ കോൺട്രാക്ഷൻ, ഈ മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ടാണ് ഈ ചൈൽഡ് ബർത്ത് പോസിബിൾ ആവുന്നത്. അതുകൂടാതെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എൻഡോമെട്രിയം ആണ്. അപ്പോൾ എല്ലാ മാസവും ആർത്തവ സമയത്തുണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം എവിടെയാണ് സംഭവിക്കുന്നത്? എൻഡോമെട്രിയത്തിനകത്താണ്. ഈ എൻഡോമെട്രിയ ലൈനിങ് ആണ് പുറത്തു വരുന്നത് ആർത്തവ ദിനങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. യൂട്രസിന്റെ 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. അപ്പോൾ സൈക്ലിക്കൽ ചേഞ്ചസ് നടക്കുന്നത് എൻഡോമെട്രിയത്തിലാണ്. ഇനി യൂട്രസിന്റെ ആ നെക്ക് റീജിയൻ വളരെ ക്ലോസ്ഡ് ആണ്, അതിനെ പറയുന്ന പേരാണ് സെർവിക്സ്. അപ്പോൾ ഇവിടെ ഒരു കനാൽ പോലെ ഒരു സ്പേസ് ആണുള്ളത്, അതുകൊണ്ട് നമ്മളതിനെ സെർവിക്കൽ കനാൽ എന്ന് പറയുന്നു. ഈ സെർവിക്കൽ കനാൽ വജൈനയിലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ സെർവിക്കൽ കനാലും വജൈനയും ഒന്നിച്ച് പറയുന്ന പേരാണ് ബേർത്ത് കനാൽ. കാരണം കുഞ്ഞ് ജനിക്കുന്നത് ഈ ഒരു കനാലിൽ കൂടിയാണ്, അതുകൊണ്ടാണ് നമ്മളതിനെ ബേർത്ത് കനാൽ എന്ന് പറയുന്നത്. ഇനി വജൈനയുടെ ഉള്ളിലും കുറച്ച് ഫോൾഡിങ്സ് കാണാൻ പറ്റും. റൂഗെ, ഇത് ഓപ്പൺസ് ഔട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങി ഈ ഫലോപ്പിയൻ ട്യൂബ് മുതൽ ഈ വജൈന വരെയുള്ള പാർട്ടിനെ നമ്മൾ ഡക്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയയുടെ സ്ട്രക്ചർ നോക്കാം. അതായത് പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള അവയവങ്ങളെയാണ് നമ്മൾ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുറത്ത് കാണുന്ന റീജിയൻ ആണ് പ്യൂബിക് സിംഫിസിസ്. പെൽവിക് ബോൺസ് ജോയിൻ ചെയ്യുന്നതിന് മുന്നിലായിട്ട് കാണുന്ന ഒരു ഫാറ്റി ലെയർ ആണ്. അത് വളരെ സോഫ്റ്റ് ആയിട്ട് അതിനകത്താണ് ജെനിറ്റൽ ഹെയർ കാണുന്നത്. അതേ തുടർന്ന് താഴേക്ക് വരുമ്പോൾ ഒരു വലിയ ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ നമ്മൾ ലേബിയ മെജോറ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് 2 ചെറിയ ലിപ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ലേബിയ മൈനോറ. അപ്പോൾ വലുതായിട്ട് കാണുന്ന ഫോൾഡിനെ പറയുന്ന പേര് ലേബിയ മെജോറ എന്നും ഉള്ളിൽ കാണുന്ന ചെറിയ ഫോൾഡ്സിനെ നമ്മൾ ലേബിയ മൈനോറ എന്നും പറയുന്നു. ഈ ലേബിയ മൈനോറ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ക്ലൈറ്റോറിസ്. ഇനി ഈ ലേബിയ മൈനോറ എൻക്ലോസ് ചെയ്യുന്ന ആ ഭാഗത്ത് 2 ഓപ്പണിംഗ് ആണ് കാണുന്നത്. മുകളിലുള്ള ഓപ്പണിംഗ് ആണ് യുറേത്രൽ ഓപ്പണിംഗ്, അല്ലെങ്കിൽ യുറേത്രൽ മീറ്റസ് എന്ന് പറയാം. നമ്മുടെ യുറേത്ര വന്ന് ഓപ്പൺ ചെയ്യുന്നതാണ്. അതേസമയം താഴെയാണ് വജൈനൽ ഓപ്പണിംഗ്, അതിനെ നമ്മൾ വജൈനൽ ഒറിഫിസ് എന്ന് പറയും. അപ്പോൾ മെയിലിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും ഒരു കോമൺ ഓപ്പണിംഗ് ആയിരുന്നു, പക്ഷേ ഇവിടെ 2 വ്യത്യസ്തമായ ഓപ്പണിങ്സ് ആണ് ഉള്ളത്. ഇനി ഇതിനെ തുടർന്ന് ചില ഗ്ലാൻസും ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. ഈ യുറേത്രൽ ഓപ്പണിങ്ങിൻ്റെ ആ ബോളിൽ തന്നെയായിട്ട് ചില ഗ്ലാൻസ് ഉണ്ട്. അതിനെ പറയുന്ന പേര് സ്കീൻ ഗ്ലാൻസ് അഥവാ പാരാ യുറേത്രൽ ഗ്ലാൻഡ് എന്നാണ്. ഇത് ഒരു മിൽക്കി സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്പം വജൈനയ്ക്ക് ചുറ്റുമായിട്ട് ബെർത്തോളിൻസ് ഗ്ലാൻഡും ഉണ്ട്. ഇവരുടെ 2ൻ്റെ സെക്രീഷനാണ് ഒരു മ്യൂക്കസ് സെക്രീഷൻ. അത് ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കോപ്പുലേഷൻ്റെ സമയത്ത് ലൂബ്രിക്കേഷന് സഹായിക്കുന്നുണ്ട്. ഇനി വജൈനയുടെ കവർ ചെയ്തുകൊണ്ട് ഒരു പാർഷ്യൽ കവറിംഗ് ആയിട്ട് ഒരു ലെയർ കാണാം, ഒരു മെംബ്രെയിൻ കാണാം. നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഹൈമൻ, കന്യാചർമ്മം എന്ന് പറയും. അപ്പോൾ ഒരു കന്യകാത്വം പ്രൂവ് ചെയ്യാനുള്ള ഒരു ചർമ്മം എന്ന രീതിയിലാണ് പണ്ടിതിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ശാസ്ത്രീയപരമായ യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഈ ഹൈമൻ്റെ തിക്നെസ് പലരിലും പലതാണ്. പല ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ശാരീരികമായ അഭ്യാസങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോൾ, ഡാൻസ് ചെയ്യുമ്പോൾ, സ്പോർട്സിൽ എന്ത് ചെയ്യുമ്പോഴും ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈമൻ്റെ പ്രസൻസിൽ നമുക്കൊരാളുടെ വെർജിനിറ്റി നിശ്ചയിക്കാൻ പറ്റില്ല. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്ലാൻസും എക്സ്റ്റേണൽ ജെനിറ്റേലിയയും ഇതാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ആവശ്യമുള്ള നറിഷ്മെൻറ്റ് നൽകുന്നതിന് മാമറി ഗ്ലാൻസ് അത്യാവശ്യമാണ്. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മാമറി ഗ്ലാൻസ് ഫീമെയിൽസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത് കുറച്ച് ഫാറ്റും ഗ്ലാൻഡുലർ ടിഷ്യൂസും മാത്രം ഉള്ള ഒരു ഓർഗനാണ്.
അപ്പോൾ ഈ ഗ്ലാനുലർ ടിഷ്യൂസ് ആണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. അത് ഹോർമോൺ കൺട്രോൾഡ് ആണ്. അപ്പോൾ ഓരോ മാമറി ഗ്ലാൻഡ്, ഒരു പെയർ ഓഫ് മാമറി ഗ്ലാൻഡ്സ് ആണുള്ളത്. ഈ മാമറി ഗ്ലാൻഡ്സിനകത്ത് നോക്കിയാൽ പല ലോബ്യൂൾസ് ഉണ്ട്. 15 മുതൽ 20 വരെയുള്ള ലോബ്സ് ഉണ്ട്, മാമറി ലോബ്സ് ഉണ്ട്. ഓരോ ലോബിനകത്തും ആൽവിയോളൈ ഉണ്ട്. നമ്മൾ ആൽവിയോളസ് നമ്മൾ ലങ്സിനകത്ത് പഠിച്ചു. അതേപോലെ ഇവിടെയും തിൻവോൾഡ് ക്യാവിറ്റീസിനെയാണ് നമ്മൾ ആൽവിയോളസ് എന്ന് പറയുന്നത്. ഈ ആൽവിയോളൈസ് സിംഗുലർ, ആൽവിയോളൈ പ്ലൂറൽ. അപ്പോൾ ഈ ആൽവിയോളൈൻ്റെ വോള് മിൽക്ക് സെക്രീറ്റ് ചെയ്യും. അത് അതിനകത്ത് കളക്റ്റ് ആവും. എന്നിട്ട് അവിടെ നിന്ന് ചെറിയ ട്യൂബ്സ് പുറത്തേക്ക് വരും. ആ ട്യൂബ്സിനെ പറയുന്ന പേരാണ് മാമറി ട്യൂബ്യൂൾ. ഈ മാമറി ട്യൂബ്യൂൾസ് കുറേ ജോയിൻ ചെയ്തിട്ട് മാമറി ഡക്റ്റ് എന്നൊരു വലിയ ട്യൂബ് ഉണ്ടാകും. ഇനി കുറേ മാമറി ഡക്ട്സ് ജോയിൻ ചെയ്തിട്ട് കുറച്ച് വീതിയുള്ള ഒരു ആംപുല്ല ഉണ്ടായി വരികയാണ്. ഈ ആംപുല്ല എവിടെ ആണ് ഓപ്പൺ ചെയ്യുന്നത്? ലാക്ടിഫറസ് ഡക്റ്റ് എന്ന ഓപ്പണിംഗ് ആയിട്ടാണ് നിപ്പിൾ റീജിയണിൽ ഓപ്പൺ ചെയ്യുന്നത്. അവിടെ ഫ്യൂ ലാക്ടിഫറസ് ഡക്ട്സ് ഓപ്പൺ ആവുന്നുണ്ട്. അവിടെ നിന്നാണ് കുഞ്ഞ് ഈ പാല് വലിച്ചു കുടിക്കുന്നത്. അപ്പോൾ ഈ സീക്വൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൽവിയോളയിൽ നിന്ന് മാമറി ട്യൂബ്യൂൾ, മാമറി ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്ത് മാമറി ഡക്റ്റ്, മാമറി ഡക്ട്സ് ജോയിൻ ചെയ്ത മാമറി ആംപുലെ, മാമറി ആംപുലെ ജോയിൻ ചെയ്തിട്ട് ലാക്ടിഫറസ് ഡക്ട്സ് അതാണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെസൺ നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.